ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗേറ്റ് ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് എ ഗ്രേ ടു ബൈനറി കോഡ് കൺവേർഷൻ? ഗ്രേ ടു ബൈനറി കോഡ് കൺവേർഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സോർ ഗേറ്റ് ആയിരിക്കും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. എക്സോർ ഗേറ്റിന്റെ ഇൻപുട്സും ഔട്ട്പുട്സും എങ്ങനെയാ വരിക? 0 0 0 1 1 0 1 1 ഇങ്ങനെയാണ് ഇൻപുട്സ് എങ്കിൽ ഔട്ട്പുട്സ് ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഡിഫറെന്റ് ഇൻപുട്സ് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഡിഫറെന്റ് ഇൻപുട്സിന് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 1 0 0 എന്ന് പറയുന്ന നമ്പർ എടുത്തിട്ട് അതിനെ നമ്മൾ ഇത് ബൈനറി നമ്പറും ഇത് ഗ്രേയും ആണെന്നിരിക്കെ, ഗ്രേ ആണെങ്കിൽ ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ബിറ്റ് അതുപോലെ എഴുതുക, ഈ അഡ്ജസന്റ് ബിറ്റ്സ് തമ്മിൽ എക്സോർ ചെയ്യുക. അപ്പൊ 1 0യുടെ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക? 1 വരും. അപ്പൊ നമുക്ക് ഇവിടെ 1 കിട്ടും. അതേപോലെ 0 0 എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക? 0 0 എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട് 0 വരും. അതേപോലെ 0 0 എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ടും 0 വരും. അപ്പോൾ ബൈനറി ടു ഗ്രേ കൺവേർഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ വരുന്നത് 1 1 0 0. ഇത് നമുക്ക് തിരിച്ചൊന്ന് ചെയ്ത് നോക്കാം. ഗ്രേ ടു ബൈനറി ചെയ്ത് നോക്കാം. ഗ്രേ ടു ബൈനറി വരുമ്പോൾ നമ്മൾ ഗ്രേ കോഡായിട്ട് 1 1 0 0 എടുക്കുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി 1 0 0 ആണല്ലോ. അത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എഴുതുക 1, എന്നിട്ട് ഈ റിസൾട്ടിന്റെ കൂടെയാണ് ഈ 1 എന്ത് ചെയ്യുക? എക്സോർ ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ടിന്റെ കൂടെ 1 എക്സോർ ചെയ്യുമ്പോൾ 1 എക്സോർ 1 എന്താ കിട്ടുക? 0 കിട്ടും. അതേപോലെ റിസൾട്ടിന്റെ കൂടെ ഈ 0 എക്സോർ ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടും. ഈ റിസൾട്ടിന്റെ കൂടെ ഈ 0 എക്സോർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 തന്നെ കിട്ടും. അപ്പൊ നമുക്ക് 1 1 0 0 ഗ്രേക്ക് കറസ്പോണ്ടിങ് ബൈനറി 1 0 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സോർ ഗേറ്റ് ഓപ്പറേഷൻ ആണ് നടത്തുന്നത്. ഇങ്ങനെയാണ് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻകോഡർ. ഒരു എൻകോഡറിന്റെ ഫംഗ്ഷൻ എന്തെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞ് ഇത് നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ എൻകോഡറിന്റെ സ്പെസിഫിക് ആയിട്ട് എൻകോഡറിന്റെ ഫംഗ്ഷൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യൻ PCM സിസ്റ്റത്തിലെ ഒരു PCM സിസ്റ്റത്തിലെ എൻകോഡർ എന്ന് ചോദിക്കുമായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് പറയായിരുന്നു. അതായത് ചേഞ്ചസ് ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ടു ബൈനറി വാല്യൂ. മെയിനായിട്ടും ചേഞ്ചസ് ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ടു ബൈനറി വാല്യൂസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പൾസ് കോഡ് മോഡുലേറ്ററിലെ എൻകോഡർ ചെയ്യുന്ന ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ എൻകോഡർ എന്ന് പറയുന്നത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? എൻകോഡർ ഈസ് ആക്ട് ആസ് എ ട്രാൻസ്ലേറ്റർ ആണ്. ട്രാൻസ്ലേറ്റർ ഇതെന്താണ്? ഇതിന്റെ ഡ്യൂട്ടി എന്താണ്? ടേക്കിംഗ് ക്വാണ്ടൈസ്ഡ് വാല്യൂ ആൻഡ് കൺവേർട്ടിംഗ് ദം ഇൻറ്റു ഡിജിറ്റൽ ഫോമാറ്റ്. ഓക്കെ, ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് ക്വാണ്ടൈസ്ഡ് വാല്യൂസിനെ കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ മോസ്റ്റ് പ്രോബബിളി ബി ആയിരുന്നു വരേണ്ടത്. അപ്പോൾ അത് PCM എൻകോഡർ എന്ന് ചോദിക്കുക. PCM സിസ്റ്റത്തിനുള്ളിലെ ഒരു എൻകോഡറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് സ്പെസിഫിക്കലി ചേഞ്ചസ് ക്വാണ്ടൈസ്ഡ് വാല്യൂ ടു ബൈനറി വാല്യൂ. പക്ഷേ ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the output of a logic gate is 1 when all its inputs are at logic 0, the gate is either. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് 1 ആയിരിക്കും എല്ലാ ഇൻപുട്സും 0 ആവുമ്പോൾ. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഇൻപുട്സ് വരിക: 0 0 0 1 1 0 1 1. ഇവിടെ ഒരു കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും when the inputs are 0 0. അത് ഏതൊക്കെ ഗേറ്റ്സിലാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ NAND ഗേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക? ആൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ 1 1 1 0. ആൻഡ് ഗേറ്റിൽ 2 ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഹൈ ആവും. ഇവിടെ നേരെ തിരിച്ച് 2 ഇൻപുട്ടും ഹൈ ആവുമ്പോൾ 0 ആവും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ക്രൈറ്റീരിയ 1 എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ശരിയാവുന്നുണ്ട്. അതേപോലെ എക്സോർ ഗേറ്റ് നോക്കുക. എക്സോർ ഗേറ്റിന്റെ എങ്ങനെയാ വരിക? 0 1 1 0 എന്നായിരിക്കും. അപ്പൊ ഇതിവിടെ കറക്റ്റ് വരുന്നില്ല. അപ്പൊ നമുക്ക് എക്സോർ ഗേറ്റ് വരുന്ന ഓപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യാമല്ലോ. ഇതും ആയിരിക്കില്ല, ഇതും ആയിരിക്കില്ല. നമുക്കിനി അറിയേണ്ടത് എന്താണ്? നോറും എക്സ്നോറും ആണ്. അപ്പൊ നോർ ഗേറ്റിന്റെ എങ്ങനെയാ വരിക? നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത് ഏതെങ്കിലും ഒരെണ്ണം 1 ആവുമ്പോൾ ഹൈ ആയിരുന്നപ്പോൾ ഹൈ ആയിരുന്നു നോർ ഗേറ്റിൽ. അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് ഇങ്ങനെ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുമ്പോൾ 0 ആയിരിക്കും നോർ ഗേറ്റിൽ. സോ അവിടെയും ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ
ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻപുട്സ് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് 1 ആവുന്നുണ്ട്. അപ്പൊ നോർ ഗേറ്റ് കറക്റ്റ് ആണ്. ഇനി നോക്കേണ്ടത് എക്സ് നോർ ഗേറ്റ് ആണ്. എക്സ് നോർ ഗേറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എക്സ് നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സോറിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ 1 0 0 1 വരും. അപ്പൊ ഇതും കറക്റ്റ് ആണല്ലോ. ദെൻ പിന്നെ ഓർ ഗേറ്റ് തന്നിട്ടുണ്ട്. ഓർ ഗേറ്റിന്റെ കറക്റ്റ് ആണോ അതുകൂടെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓർ ഗേറ്റിന്റെ എങ്ങനെയാ വരിക? ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 0 1 1 1 എന്നാ വരിക. അപ്പൊ ഇത് കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നോർ ഗേറ്റിന്റെയും എക്സ് നോർ ഗേറ്റിന്റെയും ഇൻപുട്സ് 0 ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ലോജിക് 1 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാരി ലുക്ക് അഹെഡ് ആഡർ ഈസ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഫോർ ദ അഡിഷൻ ബിക്കോസ്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ക്യാരി ലുക്ക് അഹെഡ് ആഡർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫാസ്റ്റർ അഡിഷൻ പെർഫോം ചെയ്യാനാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഫാസ്റ്റർ അഡിഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുക? പോസിബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഫാസ്റ്റസ്റ്റ് പാരലൽ ആഡർ ആണ് നമ്മുടെ ഏത്? ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്നത്. കാരണം അവിടെ ക്യാരി ബിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്യാരി പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അഡീഷണൽ ലോജിക് സർക്യൂട്ട്സ് തന്നെ ഉണ്ടാവും. സോ നമുക്ക് ക്യാരി എന്ത് ചെയ്യാം? ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫാസ്റ്റസ്റ്റ് പാരലൽ ആഡർ ആണ്. ഏറ്റവും സ്ലോ ആയിട്ടുള്ള ആഡർ ഏത് ടൈപ്പാണ്? സീരിയൽ ആഡേഴ്സ് ആണ് ഏറ്റവും സ്ലോ ആയിട്ടുള്ള ആഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so option A is the right answer. Next question, the address bus width of a memory size 1024 into 8 bit ആണ്. ഇവിടെ 8 bit എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാ ബസിന്റെ സൈസ് ആണ്. 1024 ആണ് നമ്മുടെ മെമ്മറി സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്, മെമ്മറി ലൊക്കേഷന്റെ നമ്പർ എന്ന് പറയുന്നതാണ് 1024. അപ്പോൾ മെമ്മറി ലൊക്കേഷന്റെ നമ്പർ എന്ന് പറയുന്നത് 2n ആണ്. ഈ n എന്ന് പറയുന്നതാണ് അഡ്രസ് ബസ്. അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ 1024 ആണെങ്കിൽ n എത്രയായിരിക്കും? 10 ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് അഡ്രസ് ബസ് എന്ന് പറയുന്നത് 10 ബിറ്റ് ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, digital multiplexer is basically a combinational logic circuit to perform the operation. നമ്മുടെ ഡിജിറ്റൽ മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി ടു 1 ഔട്ട്പുട്ട് ആണ്. അതിന്റെ ബേസിക് ആയിട്ട് വരുന്നത് 2:1 മക്സ് ആണ്. ഓക്കെ, 2:1 മക്സിൽ എന്തായിരിക്കും? ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതിന്റെ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടാവും? 2:1 = 2. സോ സെലക്ട് ലൈൻസ് 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളൊരു മക്സ് കൺസിഡർ ചെയ്യുന്നു. 2 ഇൻപുട്സ് ഉണ്ട്, I0 I1. സെലക്ട് ലൈൻ ഒരെണ്ണം ഉണ്ടാവും. ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെലക്ട് ലൈൻ 0 ആവുമ്പോൾ I0 സെലക്ട് ചെയ്യും, സെലക്ട് ലൈൻ 1 ആവുമ്പോൾ I1 സെലക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇത് നമുക്ക് ഇതിപ്പോ 2:1 ആണ്. 4:1 ഉണ്ടാവാം, 8:1 ഉണ്ട്, 16:1 ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വേരിയബിൾസ് കൂടും, പക്ഷെ എന്താവുന്നില്ല? ഈ ഓപ്പറേഷൻസ് ചേഞ്ച് ആവുന്നില്ല. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എസ് ബാർ ഇൻറ്റു I0. ഈ ഇൻറ്റു റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ഗേറ്റിനെയാണ്? ആൻഡ് ഗേറ്റിനെയാണ്. ഇവിടെയും ഇൻറ്റു ഉണ്ട്, അതും റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റിനെയാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ അഡിഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓർ ഗേറ്റിനെയാണ്. സോ ഓർ ഗേറ്റിന്റെയും ആൻഡ് ഗേറ്റിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡിന്റെയും ഓറിന്റെയും കോമ്പിനേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the following the slowest ADC is എന്താണ്? സ്ലോവസ്റ്റ് എ ഡി സി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ലോവസ്റ്റ് എ ഡി സി എന്ന് പറയുന്നത് കൺവേർഷൻ ടൈം ഏറ്റവും കൂടുതലുള്ള ടൈപ്പ് ആയിരിക്കും സ്ലോവസ്റ്റ് എ ഡി സി. ഏറ്റവും കൂടുതൽ കൺവേർഷൻ ടൈം ഉള്ളത് ഏതാണ്? ഡുവൽ സ്ലോപ്പ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ആണ്. ശരിക്കും ഡുവൽ സ്ലോപ്പ് എന്നാണ് പറയുന്നത്, പക്ഷേ ഡുവൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇന്റഗ്രേറ്റിംഗ് ടൈപ്പിന്റെ എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഓപ്ഷനിൽ സി ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ PSC എന്ത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളതുകൊണ്ടായിരിക്കാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുക. ശരിക്കും പറയുന്നത് ഡുവൽ സ്ലോപ്പ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ടൈപ്പിലെ ഒരു ടൈപ്പ് മാത്രമാണ് ഡുവൽ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കൺവേർഷൻ ടൈം ഉള്ളത് ഡുവൽ സ്ലോപ്പിനാണ്. കൺവേർഷൻ ടൈമിന്റെ ഇക്വേഷൻ വരുന്നത് 2n+1 × t ക്ലോക്ക് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിരിക്കും. സോ ഡുവൽ സ്ലോപ്പ് ADC ആണ് ഏറ്റവും സ്ലോവസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
പ്രോം ആർ യൂസ്ഡ് ടു സ്റ്റോർ. ഇതും നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെർമനന്റ് ആയിട്ടാണ് ഡേറ്റ നമ്മൾ കൊടുക്കുന്നത്, അത് ഇറേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റിലേറ്റീവ്ലി പെർമനന്റ് ഇൻഫർമേഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ സീക്വൻഷ്യൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെന്നും പറയാൻ പറ്റും. ഇൻഫർമേഷൻ ടു ബി ആക്സസ്ഡ് റെയർലി, നമുക്ക് റെയർലി ആക്സസ് ചെയ്യേണ്ട ഇൻഫർമേഷൻ, എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരാത്ത ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് പ്രോം യൂസ് ചെയ്യുന്നെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ശരിയായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്രോം എന്ന് പറഞ്ഞാൽ ഓർത്തു വെച്ചേക്കുക, എന്താണ്? ഡേറ്റ പ്രോഗ്രാംഡ് വൺസ് ആൻഡ് നോട്ട് ഈസിലി ഇറേസ്ഡ് ഓർ റീറിട്ടൺ. അതാണ് പ്രോമിന്റെ സ്പെഷ്യാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൂളിയൻ ഫംഗ്ഷൻ AB plus CD is to be realized using 2 input NAND gates. The minimum number of gates required is, അപ്പോൾ y equal to AB plus CD. ഓക്കെ, ഇത് റിയലൈസ് ചെയ്യാൻ എത്ര NAND ഗേറ്റ്സ് വേണമെന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം A കൊടുക്കാം, B കൊടുക്കാം. നമുക്കൊരു NAND ഗേറ്റ് കൊണ്ട് ഇൻപുട്ടിൽ AB ആണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? AB ബാർ ആയിരിക്കും വരിക. ദെൻ നെക്സ്റ്റ് CD കൊടുക്കുക. ഓക്കെ, CD കൊടുക്കുമ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ CD വരും, നാൻഡ് ആയതുകൊണ്ട് ബാർ വരും. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെയും ഒരു നാൻഡ് ഗേറ്റിൽ കണക്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പൊ എന്താ വരിക? AB ബാർ ഇൻറ്റു CD ബാർ, AB ബാർ ഇൻറ്റു CD ബാർ ദ ഹോൾ ബാർ എന്ന് വരും. ഇത് എന്തിന് ഇക്വലന്റ് ആണ്? AB പ്ലസ് CDക്ക് ഇക്വലന്റ് അല്ലേ? എങ്ങനെയാ അത് ഇക്വലൻസി വരിക? AB ബാർ ഡോട്ട് CD ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ A ഡോട്ട് B ദ ഹോൾ ബാർ അല്ലേ? ഡിമോഗൻസ് തിയറം വെച്ച് നോക്കുമ്പോൾ AB ഡബിൾ ബാർ പ്ലസ് CD ഡബിൾ ബാർ. ഓക്കെ, അപ്പൊ അത് എന്തായി മാറും? ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ അതേ വേരിയബിൾ തന്നെ കിട്ടും, AB പ്ലസ് CD. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ടോട്ടലി 3 നാൻഡ് ഗേറ്റ്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ്സ് വരച്ച് റെപ്രസെന്റ് ചെയ്ത് നോക്കുക, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഡെക്കേഡ് കൗണ്ടർ അറ്റ് ദ 8th പൾസ് ദ ഔട്ട്പുട്ട് ഈസ്. 8th പൾസിൽ ഔട്ട്പുട്ട് എത്രയാ കിട്ടുക എന്നാണ്. ഡെക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 0 to 9 വരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൗണ്ടിങ് ചെയ്യുന്നത്. അതിൽ 0th കൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 0 0 0, അതായത് 0ക്ക് റെപ്രസെന്റ് ആയിട്ടുള്ളത് ബൈനറി കിട്ടും. അപ്പോൾ 1 ഫസ്റ്റ് ക്ലോക്കിൽ എന്താ കിട്ടുക? 1ന്റെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ബൈനറി ആയിരിക്കും കിട്ടുക. അതുപോലെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ബൈനറി കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 8th പൾസിൽ 8ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി, അതായത് 1 0 0 0 ആയിരിക്കും കിട്ടുക. സോ ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ 7 segment ഡിസ്പ്ലേ ഇഫ് ദ ഇൻപുട്ട് ഈസ് 1 0 0 1 ദ ഡിജിറ്റ് ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഈസ്. അതായത് 7 segment ഡിസ്പ്ലേയുടെ ഇൻപുട്ട് 1 0 0 1 ആണെങ്കിൽ അത് ഡെസിമൽ ഇക്വലന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് തരിക. അതായത് എന്താണ് ഡെസിമൽ ഇക്വലന്റ്? ഇതിന്റെ 1, ഇത് BCD ആണ്. ഇതിന്റെ ഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുമ്പോൾ 8 4 2 1, 8 + 1 = 9 ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. 9 എന്നായിരിക്കും നമുക്ക് 7 segment ഡിസ്പ്ലേയിൽ റെപ്രസെന്റ് ചെയ്ത് കാണാൻ കഴിയുക ഔട്ട്പുട്ട് ആയിട്ട്. ഓക്കെ, സോ 9 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ NAND ഗേറ്റ് ഔട്ട്പുട്ട് വിൽ ബി ലോ ഇഫ് ദ ഇൻപുട്സ് ആർ. NAND ഗേറ്റിന്റെ ഇൻപുട്സ് 0 0 0 1 1 0 1 1 ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കുക. NAND ഗേറ്റ് AND ഗേറ്റ് ആണെങ്കിൽ 1 1 വരുമ്പോൾ 1 ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ 0 ആയിരിക്കും, ഇവിടെ ഇതെല്ലാം 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? NAND ഗേറ്റ് ഔട്ട്പുട്ട് വിൽ ബി ലോ, അതായത് ഈ കണ്ടീഷൻ ആണ്, ഇഫ് ദ ഇൻപുട്സ് ആർ 1 1. സോ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ, അതുകൂടെ ഓർത്തു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹാഫ് ആഡർ സർക്യൂട്ട് ഹാസ് 2 ഇൻപുട്സ് ആൻഡ്. എത്ര ഇൻപുട്ട് ആൻഡ് എത്ര ഔട്ട്പുട്ട് ആണ്? AB എന്ന് പറയുന്നത് ഇൻപുട്ട് ആണെങ്കിൽ ഒരു സമ്മും ഉണ്ടാവും, ഒരു ക്യാരി ഉണ്ടാവും. എങ്ങനെയാണ് ഇൻപുട്സ് വരിക? 0 0 0 1 1 0 1 1. സം എങ്ങനെയാ വരിക? 0 1 1 0 വിത്ത് ക്യാരി 1. ഇതിലെല്ലാം ക്യാരി 0 ആയിരിക്കും. സോ ഇവിടെ
സം റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എക്സോർ ഗേറ്റിനെയും അതേപോലെ തന്നെ ക്യാരി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആൻഡ് ഗേറ്റിനെയും ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര ഇൻപുട്സ് ആൻഡ് എത്ര ഔട്ട്പുട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്സ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് കൺവേർഷൻ ഈസ് മാക്സിമം ഇൻ, അതായത് കൺവേർഷൻ സ്പീഡ് മാക്സിമം എന്നുള്ളത് കൺവേർഷൻ ടൈം എന്ന് പറയുന്നത് ഏറ്റവും ലെസ് ആയിട്ടുള്ള എ ഡി സിക്ക് ആയിരിക്കും സ്പീഡ് എത്ര ഹൈ ആയിട്ട് വരിക. സോ അതെന്താണ്? നമ്മൾ പഠിച്ചു ഫ്ലാഷ് ടൈപ്പ് എ ഡി സി ആണ് ഏറ്റവും സ്പീഡ് വരുന്നത്. ഫ്ലാഷ് ടൈപ്പിന്റെ വേറൊരു നെയിം എന്താണ്? പാരലൽ കമ്പാരേറ്റീവ് എ ഡി സി. ഓക്കെ, ഇത് മുൻപത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. കൺവേർഷൻ ടൈം ലെസ് ആയിട്ടുള്ളത് ഫ്ലാഷ് ടൈപ്പ് എ ഡി സി ആണ്. അതിന്റെ വേറൊരു നെയിമാണ് പാരലൽ കമ്പാരേറ്റീവ് എ ടു ഡി കൺവേർട്ടർ. അതിൽ തന്നെ സ്പീഡ് ഓഫ് കൺവേർഷൻ ടൈം എന്ന് പറയുന്നത് ടി ക്ലോക്ക് എന്നായിരിക്കും. അതാണ് ഏറ്റവും ലോവസ്റ്റ് കൺവേർഷൻ ടൈം. അതുകൊണ്ട് തന്നെ ഫാസ്റ്റസ്റ്റ് എ ഡി സിയും ഫ്ലാഷ് എ ഡി സി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Next question, a device which convert BCD to 7 segment display. BCD to 7 segment display എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? 4 ഇൻപുട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ 7 ഔട്ട്പുട്ട് ഉണ്ടാവും. അതായത് n ഇൻപുട്ട് ഉണ്ടാവും, 2n ഔട്ട്പുട്ട് ഉണ്ടാവും. ഇത് ഏത് സർക്യൂട്ട് ആണ്? ഡീകോഡർ സർക്യൂട്ട് ആണ്. എൻകോഡർ ആണെങ്കിൽ 2n ഇൻപുട്ടും അതേപോലെ n ഔട്ട്പുട്ടും ആയിരിക്കും. സോ ഇവിടെ എൻകോഡർ അല്ല, ഡീകോഡർ ആണ് കറക്റ്റ്. മൾട്ടിപ്ലക്സർ ആണെങ്കിലോ മെനി ടു 1 ആണ്, അതായത് മെനി ഇൻപുട്ടും 1 ഔട്ട്പുട്ടും ആയിരിക്കും. ഡിമക്സ് ആണെങ്കിൽ 1 ഇൻപുട്ട് ആൻഡ് 1 ഇൻപുട്ട് ടു മെനി ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഡീകോഡർ നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ, BCD ടു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഡീകോഡറിന് എക്സാമ്പിൾസ് ആണ് 7447 IC, അതേപോലെ 7448 IC. ഇതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ടു സ്റ്റോർ BCD ഡിജിറ്റ്. BCD ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ബിറ്റ് ബൈനറി ആണ്. ഓക്കെ, 4 ബിറ്റ് ബൈനറി ആണ്. അതായത് 1ന്റെ BCD റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ 0001 ആയിരിക്കും. 2ന്റെ ആണെങ്കിലോ 0010. അങ്ങനെ നമുക്ക് 8421 എന്നൊരു കോഡ് യൂസ് ചെയ്തിട്ട് ഏത് നമ്പറിന്റെ വേണമെങ്കിലും BCD കണ്ടുപിടിക്കാൻ പറ്റും. 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാൻഡ് ഗേറ്റ്സ് മീൻസ്. നാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡിന്റെ ശേഷം ഒരു ഇൻവേർട്ടർ കൊടുക്കുകയാണ്. ഓക്കെ, ഇൻവേർഷൻ ഫോളോഡ് ബൈ ആൻഡ്. നമ്മുടെ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ആൻഡ് ഗേറ്റ്, പിന്നെ ഇവിടെ ഒരു ഇൻവേർട്ടറിന് പകരമാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് സിമ്പൽ എന്ന് പറയുന്നത്. AB ആണെങ്കിൽ AB ദ ഹോൾ ബാർ, അതായത് AB ആണ് ആൻഡ് ഗേറ്റിൻ്റെത്, ഹോൾ ബാർ ചെയ്യുമ്പോൾ നാൻഡ് ഗേറ്റിൻ്റെത്. സോ ഇൻവേർഷൻ ഫോളോഡ് ബൈ ആൻഡ് ഗേറ്റ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, total number of cells in a Karnaugh map of a switching function x, y, z consisting of any 3 variable is. അതായത് 3 വേരിയബിൾ കെ മാപ്പിൽ 2�3 സെൽസ് ഉണ്ടാവും. അതായത് 8 സെൽസ് ആയിരിക്കും ഉണ്ടാവുക. എക്സ് വൈ ഇസഡ് എന്നാണെങ്കിൽ നമ്മൾ കെ മാപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. എക്സ് വൈ ഇസഡ് ഇത് എന്തായിരിക്കും? 00 01 10 11 01. ഇതെങ്ങനെയാണ് 11ഉം 10 ഇങ്ങനെ വന്നത്? കാരണം ഇത് ഗ്രേ കോഡ് വെച്ചിട്ടാണ് നമ്മൾ കെ മാപ്പ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ എത്ര സെൽസ് ഉണ്ടാവും? 8 സെൽസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 വേരിയബിൾ ലോജിക് എക്സ്പ്രഷൻ ക്യാൻ ബി റിയലൈസ്ഡ് യൂസിങ് ഓൺലി 1. 4 വേരിയബിൾ റിയലൈസേഷൻ നടത്തുന്നത് നാൻഡ് ഗേറ്റ് അല്ല, ഡിമക്സ് അല്ല. ഡിമക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ പിന്നെ മെനി ഔട്ട്പുട്ട്സും ആയിരിക്കും. പക്ഷേ നോർ ഗേറ്റും അല്ല. നോർ ഗേറ്റും നമ്മൾ 4 വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല. പക്ഷേ 16:1 മക്സ് എടുക്കുക. 16:1 മക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇൻപുട്സ് ഉണ്ട്? 16 ഉണ്ട്. അപ്പോൾ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? n = 4 ആയിരിക്കും. അപ്പോൾ 4 സെലക്ട് ലൈനിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 4 വേരിയബിൾ ലോജിക് എക്സ്പ്രഷനെ റിയലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 16:1 മക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
raise around condition occurs in a JK flip-flop when raise around condition എന്ന് പറയുന്നത് ജെയുടെയും കെയുടെയും ഇൻപുട്സ് 1 ആവുന്ന ടൈമിൽ ഉണ്ടാവുന്ന ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിയാണ്. അതായത് ജെ എന്ന് പറയുന്ന വാല്യൂ 1 ആവുന്നു, ഇത് ജെ ആണെങ്കിൽ കെയുടെ വാല്യൂവും 1 ആവുന്നു. ഓക്കെ, ഈ ടൈം. അതേപോലെ ഇതിന്റെ ക്ലോക്ക് ഇൻപുട്സ് ഇങ്ങനെയാണെന്ന് കരുതുക. ഓക്കെ, ഇത് ക്ലോക്ക് ആണ്. അപ്പോൾ ഈ ക്ലോക്കും ജെയും കെയും 1 ആവുന്ന ടൈമിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ക്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ക്ലോക്കിനകത്ത് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. നോർമൽ ടോഗിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിന്റെ ടൈമിൽ ഒരു തവണയെ ടോഗിൾ ചെയ്യുള്ളൂ. പക്ഷെ റേസ് അറൗണ്ട് കണ്ടീഷനകത്ത് ഒരു ക്ലോക്ക് സിഗ്നൽ ഹൈ ആയിരിക്കുന്ന ടൈമിൽ തന്നെ എന്താവും, സഡൻലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. 0 to 1 0 to 1 സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആ കണ്ടീഷൻ വരുന്നത് ജെയും കെയും 1 ആവുമ്പോഴാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Both the inputs are 1. Next question. The number of flip-flops required for mode 16 റിംഗ് കൗണ്ടർ. അത് ഓർത്തിരിക്കുക, റിംഗ് കൗണ്ടർ ആണ്. റിംഗ് കൗണ്ടറിന്റെ കേസിൽ മോഡ് എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ നമ്പറും. മോഡ് 16 ആണെങ്കിൽ നമുക്ക് 16 ബിറ്റ് ആണ് അവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 16 എന്തായിരിക്കും, 16 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പക്ഷേ ഇത് ജോൺസൺ കൗണ്ടറിന്റെ കേസിലായിരുന്നു എങ്കിൽ 2n ആയിരുന്നേനെ നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2⁴ = 16. 4 നമ്പർ ഓഫ് 4 ബിറ്റ് ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരിക. അപ്പോൾ 4 നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് മതിയായിരുന്നേനെ. ഓക്കെ, പക്ഷെ റിംഗ് കൗണ്ടറിന്റെ കേസിൽ മോഡ് 16 ആണെന്നുണ്ടെങ്കിൽ അതേ നമ്പർ തന്നെയാണ്. മോഡ് n റിംഗ് കൗണ്ടറിന് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. സോ ഓപ്ഷൻ ഡി 16 ഈസ് ദ റൈറ്റ് ആൻസർ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.